ഹായ് ഫ്രണ്ട്സ്, റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫിഫ വേൾഡ് കപ്പ് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു, അതിനെതിരെ ശക്തമായിട്ട് യുവേഫ ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മളെല്ലായിടത്തും കാണുന്നുണ്ട്. എന്താണിത് വിഷയം? ഇതൊരു ന്യൂക്ലിയർ ബോംബാണ്, ഫുട്ബോൾ ലോകത്ത് ന്യൂക്ലിയർ ബോംബാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദി ടൈംസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അവിടെ മുതലാണ് ഇക്കാര്യം ആകെ വലിയ രൂപത്തിൽ ചർച്ചയായത്. അതായത് ന്യൂക്ലിയർ ബോംബ് ഫോർ ദി ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ പ്രസൻറ്റ് ചെയ്തു. നമ്മൾ ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ നമ്മുടെ റാഫ് ടോക്സിൻ്റെ മെയിൻ ചാനലിൽ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വേണ്ടത്ര നമ്മുടെ സുഹൃത്തുക്കൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായോ എന്നതിൽ സംശയമുണ്ട്. പലരും അപ്പോഴും അതിന് താഴെ വന്ന കമൻറ്റ്, ഇതിനിപ്പോൾ അർജൻറ്റീനയുടെ തലയിലാവുമോ, ഇതും ഇനി ഞങ്ങളുടെ ടീം ചെയ്തതാണെന്ന് പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ തമാശയാക്കി വിടുകയാണ്. പക്ഷേ ഇതിൻ്റെ ഗൗരവം പിടുത്തം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളിന്ന് രാവിലെ അത് വീണ്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം. യുവേഫയും ഇപ്പോൾ കോൺകകാഫ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അങ്ങനെ ഇത് ഫുട്ബോളിനെ വല്ലാത്ത രൂപത്തിൽ ബാധിക്കുന്നൊരു വിഷയമാണ് എന്നുള്ളത് സുവ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലേക്കൊന്ന് ഡീപ്പായിട്ട് ഇറങ്ങുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, എന്ത് തരത്തിലുള്ള വിൽപ്പനയാണ് ഫിഫ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് എന്താണ് സംഭവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്നലെ ഈ വാർത്ത വന്നത് മുതൽ തുടങ്ങാം. ദി ടൈംസ് ആണ് എക്സ്ക്ലൂസീവായിട്ട് അവരുടെ ലേഖകൻ മാർട്ടിൻ സീഗ്ലർ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഈ വാർത്ത കൊണ്ടുവരുന്നത്. ജിയാനി ഇൻഫാന്റിനോസ് പ്ലാൻ ടു സെൽ സ്റ്റേക്ക് ഇൻ ദി വേൾഡ് കപ്പ് എന്നാണ് അവർ ടൈറ്റിൽ കൊടുത്തത്. ഫിഫ പ്രസിഡന്റ് കുഡ് ബിക്കം കമ്മീഷണർ ഓഫ് ന്യൂ കമ്പനി ഇൻ പ്ലാൻ discussed with Trump's administration, but critics fear it will be a nuclear bomb for the game എന്നാണ് അവർ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടിയാണ് പിന്നെ ആകെ വാർത്തയുടെ പ്രളയം. എല്ലാ മാധ്യമങ്ങളും വന്നിട്ട് ഇത് കൊടുക്കുകയുണ്ടായി. ദി ടെലിഗ്രാഫ് വിശദമായിട്ട് കാര്യം കൊടുത്തു. ജിയാനി ഇൻഫാന്റിനോ പ്ലോട്ട്സ് 15 ബില്യൺ sterling വേൾഡ് കപ്പ് സെൽ ഓഫ് ഇൻ ന്യൂക്ലിയർ ബോംബ് ഫോർ ഫുട്ബോൾ എന്നാണ് അവരും കൊടുത്തത്. 2031 തൻ്റെ ഫിഫ പ്രസിഡന്റ് സ്ഥാനം അവസാനിക്കുമ്പോൾ ജിയാനി ഇൻഫാന്റിനോ ഈ പുതുതായി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ കമ്മീഷണറായിട്ട് മാറും. അതുവഴി വലിയ രൂപത്തിലുള്ള പണം അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരും എന്നൊക്കെയാണ് അവരുടെ ആ ഒരു റിപ്പോർട്ടിലുണ്ടായിരുന്നത്. വിശദമായിട്ട് വിവരങ്ങൾ ഞാൻ ഒന്ന് പരതുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശദീകരണമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ബേസായിട്ട് ദി ടൈംസും അതുപോലെ തന്നെ പിന്നാലെ ടെലിഗ്രാഫും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് കാര്യങ്ങളിലേക്ക് വരാം. അതായത് ടെലിഗ്രാഫ് വളരെ കൃത്യമായിട്ട് പറയുന്നു, ഫുട്ബോളിന്മേലുള്ള ഒരു അറ്റോമിക് ബോംബ് എന്ന് ഫിഫയിലെ തന്നെ പ്രമുഖർ വിശേഷിപ്പിച്ചേക്കാവുന്ന നീക്കത്തിൻ്റെ ഭാഗമായി ലോകകപ്പിൻ്റെ ഓഹരികൾ സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാൻ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ആലോചിക്കുന്നു. ലോകകപ്പിന് നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി രൂപീകരിക്കുന്ന പുതിയ കമ്പനിയുടെ 20% മുതൽ 30% വരെയുള്ള ഓഹരികൾ വിൽക്കാനാണ് ഫിഫ പദ്ധതിയിടുന്നതെന്ന് ടെലിഗ്രാഫ് മനസ്സിലാക്കുന്നു. ഏകദേശം 15 ബില്യൺ പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് ഏതാണ്ട് 1.5 ലക്ഷം കോടിയിലധികം രൂപ മൂല്യം വരാവുന്ന ഈ ഇടപാടിൻ്റെ പ്രാഥമിക നിബന്ധനകളിൽ കരാർ ഒപ്പിട്ടതായാണ് വിവരം. ഈ പദ്ധതിയെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും പ്രക്രിയകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് JP മോർഗൻ എന്ന സാമ്പത്തിക സ്ഥാപനമാണെന്നും പറയപ്പെടുന്നു. 2031 ഫിഫ പ്രസിഡന്റ് പദവി ഒഴിയുന്നതോടെ ഇൻഫാന്റിനോ ഈ പുതിയ സ്ഥാപനത്തിൻ്റെ കമ്മീഷണറായി മാറിയേക്കാം. ഈ പദവിയിലൂടെ ദശലക്ഷക്കണക്കിന് പൗണ്ട് പ്രതിഫലം നേടാൻ അദ്ദേഹത്തിന് സാധിക്കും. 211 അംഗ രാജ്യങ്ങളുടെ അസോസിയേഷനുകൾക്കുള്ള ഓഹരികളും ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതിയെന്ന് ഫിഫയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പ്രധാന ഓഹരികൾ, അതായത് മെജോറിറ്റി സ്റ്റേക്ക് ഫിഫ തന്നെ കൈവശം വെക്കുകയും ശതകോടികളുടെ മൂല്യമുള്ള കുറഞ്ഞ ഓഹരികൾ, അതായത് മൈനോറിറ്റി ഷെയർസ് സ്വകാര്യ നിക്ഷേപകർക്ക് നൽകുകയുമാണ് ഇതിൻ്റെ ലക്ഷ്യം. ദി ടൈംസ്, ഫൈനാൻഷ്യൽ ടൈംസ് എന്നിവർ ആദ്യം റിപ്പോർട്ട് ചെയ്ത ഈ നിർദ്ദേശത്തിനെതിരെ ഫുട്ബോൾ രംഗത്ത് പ്രമുഖരിൽ നിന്നും വലിയ എതിർപ്പാണ് വരുന്നത്. ആഗോള ഫുട്ബോൾ മത്സരങ്ങളുടെ സമയക്രമത്തെ, അതായത് ഗ്ലോബൽ കലണ്ടറിനെ ഇത് എങ്ങനെ ബാധിക്കുമെന്നതാണ് അവരുടെ പ്രധാന ആശങ്ക. ഈ പദ്ധതികളിൽ ബാധ്യതയുള്ള കരാറുകളൊന്നും ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ലെങ്കിലും ഇത് നടപ്പിലായാൽ ലോകകപ്പ് ടൂർണമെൻറ്റുകളുടെ വലിപ്പം കൂടുകയോ അല്ലെങ്കിൽ 4 വർഷത്തിൽ എന്നതിന് പകരം കൂടുതൽ ഫ്രീക്വൻ്റായി നടത്തപ്പെടുകയോ ചെയ്യാം. ഇത് ഫുട്ബോൾ കളിക്കുമെന്നൊരു അറ്റോമിക് ബോംബ് പോലെയായിരിക്കും എന്ന് പ്രമുഖ ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ദി ടൈംസിനെ ഉദ്ധരിച്ചുകൊണ്ട് ടെലിഗ്രാഫൊക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ സംഭവിച്ചെന്താണെന്നറിയോ? പിന്നാലെ സംഭവിച്ചത്
അതിശക്തമായ ഭാഷയിൽ ഇതിനെതിരെ യുവേഫയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അതിശക്തമായ ഭാഷയിൽ അതിൽ കൃത്യമായിട്ട് പറഞ്ഞു, ദിസ് ക്രോസസ് എ ലൈൻ ദാറ്റ് ഫുട്ബോൾസ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് നെവർ ക്രോസ്. അതായത് ഫുട്ബോളിൻ്റെ ഭരണസമിതികൾ ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്തൊരു അതിർവരമ്പാണ് ഇവിടെ ലംഘിച്ചിരിക്കുന്നത്. യുവേഫ ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഓരോ ദേശീയ ഫുട്ബോൾ അസോസിയേഷനും അതുപോലെ ഗൗരവത്തോടെ കാണണം. അതുപോലെ തന്നെ ലീഗുകൾ, ക്ലബ്ബുകൾ, കളിക്കാർ, ആരാധകർ, സർക്കാരുകൾ, ഫുട്ബോളിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരും ഉൾപ്പെടുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇതിനെ ഗൗരവതരമായി കാണണം. ഫുട്ബോളിൻ്റെ സോളും ഭരണവും കച്ചവടം ചെയ്യാനുള്ള സ്വത്തുക്കളല്ല. പ്രത്യേകിച്ച് സാമ്പത്തികമായി ആർക്കാണ് ലാഭം ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ട്രാൻസ്പെറൻസി ഇല്ലാതെ നമ്മളാരും ഫുട്ബോളിൻ്റെ ഉടമസ്ഥരല്ല. ഇത് വിൽക്കാൻ ഫിഫക്ക് അവകാശമില്ല. ഇറ്റ് ഈസ് നോട്ട് ഫിഫാസ് ടു സെൽ. ഇത് ഫിഫയുടേതല്ല നിങ്ങൾ വിൽക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി യുവേഫ. അതിനുശേഷമാണ്, അപ്പം അതുവരെ ഇതൊരു എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല പലർക്കും. പക്ഷേ യുവേഫ കൃത്യമായിട്ട് പ്രതികരിച്ചു. അതിനുശേഷമാണ് ഫിഫ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ പറയുന്നത് എന്തായിരുന്നു അറിയോ? അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: ഫിഫ ഇൻറ്റൻസ് ടു എക്സ്പാൻഡ് ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് ഫണ്ടിങ് ടു കവർ $10 billion സബ്ജക്റ്റ് ടു അപ്രൂവൽ ബൈ ഫിഫ മെമ്പർ അസോസിയേഷൻസ്. എന്നിട്ട് അതിൽ വിശദമായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു. ഫിഫ ഒരു FFE രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫിഫ ഫോർവേഡ് എൻ്റർപ്രൈസ്. അതൊരു പുതിയ കമ്പനി പോലെയുള്ള സംഭവമാണ്. ആ ഫിഫ ഫോർവേഡ് എൻ്റർപ്രൈസ് ആയിരിക്കും പിന്നീട് ഫിഫയുടെ ഈവൻസും കോമ്പറ്റീഷൻസും ഒക്കെ നടത്തുക. എന്തിലുള്ളതാണ്? ടൂർണമെൻറ്റ് പോർട്ട്ഫോളിയോ ഇൻ മെൻസ് ആൻഡ് വിമൻസ് ആൻഡ് യൂത്ത് ഫുട്ബോൾ എല്ലാറ്റിലുമുള്ള കാര്യങ്ങൾ ഈ പറയുന്ന FFE ആയിരിക്കും നടത്തുക. ഈ FFEയുടെ 20% അതാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സ് പണം നൽകും. ആ പണം ഫിഫ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിന് ഉപയോഗപ്പെടുത്തും എന്നാണ് പറയുന്നത്. അതായത് ഫുട്ബോൾ നടത്തിപ്പിന്, വേൾഡ് കപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിപ്പിന് ഫിഫ ഒരു പുതിയ എൻ്റർപ്രൈസ് ആരംഭിക്കുന്നു. നമ്മളൊരു കമ്പനി എന്ന് വിളിക്കാതിനെ ഒരു കമ്പനി ആരംഭിക്കുന്നു. അതിൽ മെജോറിറ്റി സ്റ്റേക്കൊക്കെ ഫിഫയുടെ കയ്യിൽ തന്നെ ഇരിക്കും. ബാക്കി സ്റ്റേക്ക് അവർ ഈ പറയുന്ന പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എന്ന് പറയേണ്ട മറ്റ് കമ്പനികൾക്ക് അവർ കൊടുക്കാൻ പോകുന്നു. അപ്പോൾ അതോടുകൂടി എന്താ സംഭവിക്കുക? ഇത് കുറച്ച് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കൂടി നിയന്ത്രണത്തിലേക്ക് കളികളും കാര്യങ്ങളും ഒക്കെ വരും. ഇനിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ESPN ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഫിഫ ഈസ് വർക്കിംഗ് വിത്ത് മൾട്ടിനാഷണൽ ഫൈനാൻഷ്യൽ സർവീസസ് ഫേം JP Morgan വൈൽ ഇൻവെസ്റ്റേഴ്സ് വുഡ് ഇൻക്ലൂഡ് ത്രൈവ് എറ്റേണൽ. ഓക്കെ, ആ ത്രൈവ് എറ്റേണലിൻ്റെ ഭാഗം അത് ലോഞ്ച് ചെയ്ത ആരാന്നറിയോ? ജോഷുവ കുഷ്നറാണ്. എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സൺ ഇൻ ലോ ജേർഡ് കുഷ്നറുടെ സഹോദരൻ. അപ്പോൾ അവിടെയാണ് ഇതൊരു കറക്ക് കമ്പനിയാണോ എന്നുള്ളൊരു സംശയം ഉയരുന്നത്. അതാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട്, ട്രംപ് ഭരണകൂടവുമായിട്ട് ഫുട്ബോൾ നടത്തിപ്പിന് കാര്യങ്ങൾ ചർച്ച ചെയ്തു ഇൻഫാന്റിനോ എന്ന് പറയുന്നത്. അതാണ് യുവേഫയെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ അവർ എതിർപ്പുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇവർ നേരെ വേൾഡ് കപ്പ് ആ ട്രോഫി അങ്ങ് വിൽക്കുക എന്നല്ല, വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് നേരെ അങ്ങ് വിൽക്കുക എന്നല്ല, മറിച്ച് ആ വേൾഡ് കപ്പ് നടത്തിപ്പിന് വേണ്ടിയിട്ട്, വേൾഡ് കപ്പ് എന്ന് മാത്രമല്ല മറ്റ് ഈവൻറ്റുകളൊക്കെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഒരു കമ്പനി, ഒരു എൻ്റർപ്രൈസ് ഉണ്ടാക്കുന്നു. ആ എൻ്റർപ്രൈസിൻ്റെ തലപ്പത്തേക്ക് 2031 പ്രസിഡന്റ് സ്ഥാനത്തിൻ്റെ സമയം കഴിഞ്ഞാൽ, ഫിഫ പ്രസിഡന്റിൻ്റെ സ്ഥാനത്തിൻ്റെ സമയം കഴിഞ്ഞാൽ ഇൻഫാന്റിനോ വരും. അദ്ദേഹം അതിലൂടെ വലിയ ഒരു സംഖ്യ ഉണ്ടാക്കുകയും ചെയ്യും. പ്ലസ് ഇങ്ങനെ കുറേ ഇൻവെസ്റ്റേഴ്സിനെ അവർ തിരഞ്ഞെടുക്കും. അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അവർ തിരഞ്ഞെടുക്കും ഇൻവെസ്റ്റേഴ്സിനെ, ഫിഫ തിരഞ്ഞെടുക്കും. അവരാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും വലിയ രൂപത്തിലുള്ള സംശയങ്ങൾ യുവേഫക്കൊക്കെ ഉണ്ട്. അതാണ് യുവേഫ ശക്തമായ ഭാഷ, ഇത് വിൽക്കാൻ പറ്റൂല, ഇത് വിൽക്കാൻ, ഇത് നിങ്ങളുടെ സ്വത്തല്ല. ഫുട്ബോളും അതിൻ്റെ ആത്മാവും അതിൻ്റെ ഭരണവും നിങ്ങളുടെ സ്വത്തല്ല. ഫിഫ നിങ്ങളല്ല ഇതിൻ്റെ ഉടമസ്ഥർ. അങ്ങനെ വിൽക്കാൻ പറ്റൂല എന്ന് തന്നെ ശക്തമായ ഭാഷയിൽ യുവേഫ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. ഇപ്പം
കോൺകഗാഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അതിലവർ പറയുന്ന അവർക്ക് ഇതിൽ ട്രാൻസ്പെറൻസിയുടെ കാര്യത്തിലൊക്കെ സംശയങ്ങളുണ്ട്, അവർ കൺസേൺഡ് ആണ് എന്ന് തന്നെ കോൺകഗാഫ് വരെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ UK പ്രൈം മിനിസ്റ്ററുടെ ഒരു എക്സ് പോസ്റ്റ് വന്നു. ഫുട്ബോൾ ഡസ് നോട്ട് ബിലോങ് ടു ഇൻവെസ്റ്റേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പക്ഷേ ആൻഡി ബെൻഹാം ആയിരിക്കും ഈ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചിട്ടുള്ളൊരു ലോക നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളത്. എന്നിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫിഫ ഈ വിഷയത്തിൽ പറയുന്നത് മെമ്പർ അസോസിയേഷനുകൾക്ക് 211 മെമ്പർ അസോസിയേഷനുകളുണ്ട്. ആ മെമ്പർ അസോസിയേഷനുകൾക്ക് തീരുമാനിക്കാം ഇതിൻ്റെ ഭാഗമാവണോ വേണ്ടയോ എന്നുള്ളത്. അവരുടെ അപ്രൂവലോട് കൂടി മാത്രമേ ഇത് നടപ്പാക്കുകയുള്ളൂ എന്നാണിപ്പം ഫിഫ പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് ഒരു എൻ്റർപ്രൈസൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിയാവുക എന്ന ചോദ്യമാണ് യുവേഫയൊക്കെ ഉയർത്തുന്നത്. തന്നെയാണ് കോൺകഗാഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ടായിരുന്നത്. ഇതിൽ 2021 ഫിഫ 2 വർഷം കൂടുമ്പോൾ വേൾഡ് കപ്പ് നടത്താനുള്ള പ്രപ്പോസലുമായിട്ട് വന്നിരുന്നു. അന്ന് അതിനെ ശക്തമായിട്ട് എതിർത്ത് തോൽപ്പിച്ചത് യുവേഫയാണ്. ബോയ്ക്കോട്ട് എന്നുള്ളൊരു ഭീഷണി ത്രെട്ട് ഉയർത്തി. ഫിഫയ്ക്ക് പിൻവാങ്ങുകയല്ലാതെ മറ്റു മാർഗമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫിഫ 64 ടീമുകൾ വെച്ചിട്ട് വേൾഡ് കപ്പ് നടത്തുന്നൊക്കെ പറയുന്നു. അതിനും ശക്തമായ എതിർപ്പ് യൂറോപ്പിൽ നിന്നുണ്ട്. ഈ ഒരു എക്സ്പാൻഷൻ വെറും ബിസിനസ്സായിട്ട് മാത്രം കാര്യങ്ങൾ നടത്തുകയും മറ്റു ടൂർണമെൻറ്റുകൾ അത് ബാധിക്കുകയും ഒക്കെ ചെയ്യും. കളിക്കാരുടെ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളത് അവിടെ വരും. ഇപ്പോൾ ഈ 48 രാജ്യങ്ങളുടെ ടൂർണമെൻ്റ് ആയതിന് തന്നെ എതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് എന്ന കാര്യം കൂടി നോക്കണം. അപ്പോഴാണ് ഫിഫ ഇത്തരം പരിപാടികളുമായിട്ട് വരുന്നത്. ഈ പുതിയ പരിപാടി വന്നാൽ, അതായത് FFA ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കൂടുതൽ ലാഭം കൊയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പ് നടത്തുന്ന പരിപാടിയോ ഈ പറഞ്ഞ പോലെ മോർ ഫ്രീക്വൻലി 2 വർഷത്തിലൊരിക്കൽ വേൾഡ് കപ്പ് നടക്കുന്ന പരിപാടിയോ ഒക്കെ വന്നേക്കാമെന്ന് യുവേഫ ശരിക്കും ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുവേഫ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. യുവേഫയുടെ മെമ്പർ അസോസിയേഷനുകൾ 55 രാജ്യങ്ങൾ യുവേഫയിൽ മെമ്പേഴ്സാണ്. അവരുടെ വെർച്വൽ മീറ്റിംഗ് ഈ ആഴ്ച തന്നെ കൂടാൻ പോകുന്നു. ESPN റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ആഴ്ച തന്നെ അത് അവർ കൂടാൻ പോകുന്നു. അത് കൂടിയിട്ട് അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കും. ഇതിനെ എതിർക്കാൻ വേണ്ടി യുവേഫ തീരുമാനമെടുക്കുകയും ചെയ്യും. അങ്ങനെ യുവേഫ വേൾഡ് കപ്പ് ബോയ്ക്കോട്ട് ചെയ്യും എന്ന തരത്തിലുള്ള ത്രെട്ടും വെക്കാൻ പോകുന്നു എന്നാണ് ESPN റിപ്പോർട്ട്. അങ്ങനെ വെച്ചാൽ സ്വാഭാവികമായിട്ടും ഫിഫക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും. അതായത് യുവേഫയെ വിശ്വാസത്തിലെടുക്കാതെ അല്ലെങ്കിൽ മറ്റ് മെമ്പർ അസോസിയേഷനുകളെ വിശ്വാസത്തിലെടുക്കാതെ ഒരു തരത്തിലും ഫിഫയ്ക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. ഫിഫയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, കൂടുതൽ പണം ലഭിക്കും. ഇത് നടപ്പായാൽ 211 മെമ്പർ അസോസിയേഷനുകൾക്ക് 2038 വരെ കൂടുതൽ പണം ലഭിക്കും. അതായത് എത്ര പണം ലഭിക്കും അവർ പറയുന്നുണ്ട്, ഫിഫ ഫാസ്റ്റ് ഫോർവേഡ് പ്രോഗ്രാം വഴി. അതായത് ഇപ്പോൾ കറൻ്റ്ലി ഫിഫ പ്രോമിസ് ചെയ്തിട്ടുള്ളത് $8 മില്യൺ ഓരോ അസോസിയേഷനുകൾക്കും ഇൻ ഡെവലപ്മെൻറ്റ് ഫണ്ട്സ് ത്രൂ 2027 to 2030 ആ ഒരു വേൾഡ് കപ്പ് കൊമേഴ്ഷ്യൽ സൈക്കിളിൽ $8 മില്യൺ ലഭിക്കുമെന്നാണ്. അത് ഈ പുതിയ പ്രോഗ്രാം വന്നാൽ 20 മില്യണായിട്ട് വർദ്ധിക്കും, $20 മില്യൺ വർദ്ധിക്കും, പിന്നെ 22 മില്യൺ ആകും, പിന്നെ 24 മില്യൺ ആകും അതിനുശേഷമുള്ള സൈക്കിളുകളിൽ എന്നാണ് ഫിഫയുടെ വാഗ്ദാനം. അതുകൊണ്ട് ഫിഫ ഇപ്പം പറയുന്നത് തീരുമാനമെടുക്കേണ്ടത് മെമ്പർ ഫെഡറേഷൻസ് ആണ്. മെമ്പർ ഫെഡറേഷൻസ് കുഡ് ചൂസ് ഇഫ് ദേ വാണ്ടഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദി ന്യൂ ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്. ഫിഫ പറയുന്നു ഫിഫ വുഡ് റീറ്റെയിൻ സോൾ കൺട്രോൾ ഓഫ് FFE. അതായത് ഈ 20% സ്റ്റേക്ക് പുറത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഫിഫ തന്നെയായിരിക്കും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോള് കൈവശം വെക്കുക. ആൻഡ് എക്സ്ക്ലൂസീവ് അതോറിറ്റി ഓവർ ഫുട്ബോൾ ഗവേണൻസ്, അതുപോലെ കോമ്പറ്റീഷൻസ്, മാച്ച് കലണ്ടർ, ഓൾ റെഗുലേറ്ററി ആൻഡ് സ്പോർട്ടിംഗ് ഡിസിഷൻസ്, ഇതെല്ലാം ഫിഫയുടെ ഭാഗത്ത് തന്നെയായിരിക്കും. അല്ലാതെ ഈ കലണ്ടറുകളും മറ്റുമൊന്നും മറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് ഇടപെടാൻ പറ്റുന്ന രൂപത്തിലായിരിക്കില്ല. അത് സമയം തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ എന്ന് ഫിഫയുടെ ഒരു ഡിസിഷൻ വരും, അല്ലെങ്കിൽ മെമ്പർ അസോസിയേഷനുകൾ ചേർത്തുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോകുമെന്നതിനെക്കുറിച്ചിട്ടൊരു ടൈം ടേബിളും കൃത്യമായിട്ട് സജസ്റ്റ് ചെയ്തിട്ടില്ല. ഫിഫ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നവംബർ 23 ഒരു ഓൺലൈൻ കോൺഗ്രസ് ആണ്.
ടു കൺഫേം ഹോസ്റ്റ് ഓഫ് ദി വിമൻസ് വേൾഡ് കപ്പ് എഡീഷൻ 2031 ആൻഡ് 2035. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു കോൺഗ്രസ് വിളിച്ചിട്ടുണ്ട് എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ ഫിഫ തീരുമാനിച്ചിട്ടുമില്ല. ഏതായാലും ഇതൊരു വലിയ ബോംബായിട്ട് മാറുന്നു. തീർച്ചയായിട്ടും മറ്റ് ഇൻവെസ്റ്റേഴ്സിനെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും കച്ചവടവൽക്കരിക്കപ്പെടും. അത് തങ്ങളെയൊക്കെ ബാധിക്കുമെന്ന് യുവേഫയൊക്കെ ഭയക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അവരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ റെസിസ്റ്റൻസ് വരും. ഫിഫയ്ക്ക് ഇതിൽ നിന്ന് പിൻവാങ്ങാൻ മാത്രമേ അപ്പോൾ നിർവാഹമുണ്ടാവുകയുള്ളൂ. ഏതായാലും ഫിഫ വേഴ്സസ് യുവേഫ എന്ന രൂപത്തിൽ ഇത് നേർക്കുനേർ വരുന്നു. മറ്റ് കോണ്ടിനെൻ്റൽ അസോസിയേഷനുകളും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും കൂടുതൽ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.